أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون നമസ്കരിക്കുന്നവർക്ക് നാശമാണ് നാശമാണ് നമസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് നാശമാണ് ഏത് നിലയിൽ നമസ്കരിക്കുന്നവരാണ് അലസന്മാരായി മടിയന്മാരായി നമസ്കരിക്കുന്നവരാണ് ഒരുപക്ഷേ നമ്മൾ നിസ്കരിക്കുന്നവരാകാം നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നവരാകാം നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവരാകാം ഈ മഅറാജിന്റെ രാവിലെ വെച്ചുകൊണ്ട് കുമരം ഉസ്താദ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അലസത വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ മടി വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെ റമദാൻ വരുമ്പോ തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും അലസത വെക്കുന്നവരെ ഇമാം അത്തഹിയ്യാത്തിൽ നിലകൊള്ളുന്ന വേളയിൽ ഓടി വന്നുകൊണ്ട് കൈകെട്ടി അത്തഹിയ്യാത്തിലിരുന്ന് ആ ജമാഅത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന ചെറുപ്പക്കാരെ ഇമാം റുക്അയിലേക്ക് പോകുമ്പോ ഓടി വന്നുകൊണ്ട് നിയ്യത്ത് വെച്ച് കൈകെട്ടി ഒരൊറ്റ വേള സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി എന്ന് ഒരു വേള പറയലിലൂടെ ആ റക്അത്ത് കിട്ടിയെന്ന് വരുത്തി തീർക്കുന്ന മുസ്ലിമേ നീ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബ് നേരിടേണ്ടി വരുകയില്ലയോ നിങ്ങൾക്ക് മടിയല്ലയോ അലസതയല്ലയോ ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയുടെ വെളിയിൽ നിന്നുകൊണ്ട് സ്വറ പറയുന്ന ചെറുപ്പക്കാരല്ലയോ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ ബാത്റൂമിൽ പോയി അരമണിക്കൂർ സമയം ചെലവഴിക്കുന്നവരല്ലയോ നമസ്കാരത്തെ ചിട്ടവെക്കാൻ തയ്യാറല്ലാത്ത ചെറുപ്പക്കാരികളുള്ള കാലഘട്ടമല്ലയോ നമസ്കാരങ്ങൾ അലസത വെക്കുന്നവരല്ലയോ കല്യാണത്തിന്റെ പേരിൽ സ്വർണ്ണമെടുക്കാൻ പോയതിന്റെ പേരിൽ വസ്ത്രമെടുക്കാൻ പോയതിന്റെ പേരിൽ നിസ്കാരത്തെ അലസത വെക്കുന്ന സഹോദര സഹോദരിമാരല്ലയോ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ നമസ്കാരത്തെ അലസത വെക്കുന്നവർക്ക് വൈലെന്ന നരകമാണ് നരകമാണ് നരകത്തിന്റെ ഒരു കുണ്ട് തന്നെ ഒരു ചെരിവ് തന്നെ അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയാണ് നഊദു ബില്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് നമസ്കാര ചിട്ടയുള്ളവരാകണം നിർബന്ധമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലൈലത്തുൻ നുസ്രിയ ബില സമാ റഅയ്തു ഖൗമാ തുറല്ലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ رضخت عادت إلى ما كانت പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ് രാവിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് അതാ ചില ആളുകളെ എനിക്ക് കാണിക്കപ്പെടുകയാണ് എനിക്ക് ചില ആളുകളെ ഖബറിൽ കാണിക്കപ്പെടുകയാണ് റഅയ്തു ഖൗമാ ഒരു വിഭാഗം ആളുകളെ എനിക്ക് ജിബ്രീൽ കാണിച്ചു തരുകയാണ് എന്താണ് അവരുടെ പ്രവർത്തനം തുർലഹു റൂസുഹും ബിസ്സഖരി പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുകയാണ് നഊദു ബില്ലാഹ് തലയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയാണ് രക്തം പുറത്തേക്ക് നിർഗളിക്കുകയാണ് അവരതാ മരണത്തിന് വഴിമാറുകയാണ് കുല്ലമാറുൽഖത് ആദത് ഇലാ മാ കാനത് അവർ മരണപ്പെട്ട് കഴിയുമ്പോ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തല അടിച്ചു പൊട്ടിച്ചിട്ട് അവർ മരണപ്പെട്ട് കഴിയുമ്പോ അവരിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകനെ പറയുകയാണ് ആത്മാവിനെ ഊതപ്പെടുകയാണ് അവർക്ക് വീണ്ടും ആത്മാവ് നൽകപ്പെടുകയാണ് റൂഹ് ഇടപ്പെടുകയാണ് വീണ്ടും അവരെ ശിക്ഷിക്കുകയാണ് പാറക്കല്ലിന്റെ ചീള് കൊടുത്തുകൊണ്ട് തല അടിച്ചു പൊട്ടിക്കാൻ പറയുകയാണ് വീണ്ടും തല അവർ അടിക്കുകയാണ് രക്തം ചീന്തുകയാണ് രക്തം വാർന്നൊലിച്ചുകൊണ്ട് മരണപ്പെടുകയാണ് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു മൻ ഹഉലാഇ യാ ജിബ്രീൽ കാസർഗോഡുള്ള തക്കിൽ ജമാഅത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന റൂഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട ഓൺലൈനിലെ ശ്രോതാക്കളെ സഹോദര സഹോദരിമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ് മൻ ഹഉലാഇ യാ ജിബ്രീൽ ആരാണ് ജിബ്രീലേ ജിബ്രീലേ
ആരാണ് ഈ കൂട്ടർ? ഇത്രയേറെ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? ഖബറിനകത്ത് പോലും സമാധാനമില്ല, ആശ്വാസമില്ല, പ്രയാസമാണ്, പ്രയാസമാണ്. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് രക്തം വാർന്നൊലിച്ച് മരണപ്പെടുമ്പോൾ വീണ്ടും ആത്മാവൂതപ്പെട്ടുകൊണ്ട് വീണ്ടും പാറക്കല്ലിന്റെ ചീള് കൊടുത്ത് തലക്കടിക്കാൻ വേണ്ടി സമാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ നിർബന്ധിച്ച് അതിന് വഴങ്ങാതെ നിലകൊള്ളുമ്പോ തലക്കടി കിട്ടുകൊണ്ട് മരണപ്പെടുന്ന ഇവരാരാണ് എന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുല മുഴങ്ങുന്നു. ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ അലസത വെച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ പോയവരാണ്. ചെറുപ്പക്കാരൊന്നിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. സിനിമാ തിയേറ്ററിലേക്ക് പോയവരാണ്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നിൽക്കിയവരാണ്. തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവരാണ്. തന്റെ മാതാപിതാക്കൾ അറിയാതെ, ഉമ്മ അറിയാതെ, ഉപ്പയറിയാതെ രഹസ്യമായ കാമുകനുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്നവളാണ്. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, പരിശുദ്ധമായ ഇബാദത്തുകൾ അലസത വെച്ചുകൊണ്ട് നടന്നവളാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തലയ്ക്ക് ഭാരം കൊടുത്ത ആളുകളാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സമയമില്ലാതെ അലസത വെച്ചുകൊണ്ട് നടന്നതായ ആളുകളാ. അവരെയാണ് ഞാൻ ഈ ഖബറിൽ കാണുന്നത്. അവർ ഖബറിൽ വലിയ പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടുവന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ നിസ്കാരമുള്ളവരാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നിസ്സാര വിഷയമല്ല, നിസ്സാര വിഷയമല്ല, വലിയ അദാബാണ് നിസ്കരിക്കാത്തവർക്ക്. ഇതെവിടെ കണ്ടു നബി തങ്ങൾ? ലൈലത്തുൽ ഉസ്രിയ ബി ഇല സമാഇ റഅയ്തു ബി ഐനയ്യ ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ നേരിട്ട് കണ്ടതാണ്. പഠിച്ചു വെച്ചു, പഠിച്ചു വെച്ചു, പഠിച്ചു വെച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിസ്കാര ചിട്ട വെച്ചോ. അല്ലാഹുവിനെ കണ്ടിട്ട് നേരിട്ട് വന്ന പ്രവാചകൻ പറഞ്ഞു, മൻ ഹാഫള ഹാദിഹി സലവാത്തുൽ ഖംസ, ഈ 5 വഖത്ത് ആരെങ്കിലും കറക്റ്റായി ശ്രദ്ധിച്ചാൽ കാനത്തു ലഹു നൂറുൻ വനജാതുൻ വബുർഹാനുൻ വശഫീഉൻ യൗമൽ ഖിയാമ വമൻ ലം യഹാഫിള അലാ ഹാദിഹി സലവാത്തുൽ ഖംസ ലം തകുൻ ലഹു നജാത്തുൻ വലാ ബുർഹാനുൻ വലാ ശഫീഉൻ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ സന്തോഷം ലഭിക്കണോ, റാഹത്ത് ലഭിക്കണോ, കൃത്യമായി 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചു. വേറെ ഒന്നും വേണ്ട. ഇനിയുള്ള കാലഘട്ടം വളരെയേറെ വനീമസമാണ്. പല സ്ഥലങ്ങളിലും യുദ്ധം പുറപ്പെട്ടിട്ടു. റഷ്യ യുക്രൈനെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. വലിയ വിഷയത്തിലേക്കും പ്രയാസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന നാളുകളിൽ കള്ളുകുടി അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ ഇവിടെ പുലരുന്നു. അവസാന കാലഘട്ടം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾക്കെതിരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഒന്നിക്കും. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെ നീ പടച്ച റബ്ബിലേക്ക് നെറുകം പിടിക്കണം. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പഠിക്കണം. 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കണം, ബാങ്ക് വിളിക്കണം, ഇബാദത്ത് നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഇന്നലെ എനിക്ക് വന്നുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വയത് കഴിഞ്ഞ് ഞാൻ വിശ്രമിച്ചത് റിയാസ് എന്ന ഒരു മാഷിന്റെ വീട്ടിലാണ്, ചക്കരക്കൽ. രാവിലെ സുബൈക്ക് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ 5 വയസ്സുള്ളതാ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ. ആ മകനാണ് 4:30 മണിക്ക് എഴുന്നേൽക്കും എല്ലാ ദിവസവും. എന്നിട്ട് രാവിലെ പള്ളി പോയി ബാങ്ക് വിളിക്കും. സുബൈക്ക് നല്ല റാഹത്തായിട്ട് ബാങ്ക് വിളിക്കും. ഉറക്കച്ചടവിലെങ്കിലും കാണിക്കില്ല, നല്ല ബാങ്ക്, നല്ല റാഹത്തായിട്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ തൊട്ടടുത്ത പള്ളി ബാങ്ക് വിളിക്കും.